കൂട്ടുകാരെ, പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വ്യക്തിവാചകം കഴിഞ്ഞു, ജാതിവാചകം കഴിഞ്ഞു അല്ലെ? എന്തായിരുന്നു ഇതൊക്കെ? നൗൺസിന്റെ സബ് ടോപ്പിക്സ് ആയിരുന്നു അല്ലെ? 5 2 കഴിഞ്ഞു അല്ലെ? പുതിയതായിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ്? ഭാവവാചക സംജ്ഞ. ഭാവവാചക സംജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ ആണ്. എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ ആണ് അല്ലെ? അപ്പം ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഫീലിങ്സ് ആണ്. ഫീലിങ്സ് ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഇല്ല. എല്ലാം നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവാറ്. ശരിയല്ലേ? വ സംജ്ഞ എന്താണ്? എങ്ങനത്തെ നൗണാ നമ്മൾ പറഞ്ഞ? വഹ സംജ്ഞ जो किसी भाव, गुण, अवस्था, क्रिया या अमूर्त चीज का बोध कराती है या कराए, जिसे देखा नहीं जा सकता या छुआ नहीं जा सकता है, केवल महसूस किया जा सकता है. हम उसे देख नहीं सकते हैं, हम उसे छू नहीं सकते हैं. फिर क्या होता है? അല്ലെ? അതിനെ കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, അതിനെ ഫീൽ ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതാണ് ഭാവവാചക സംജ്ഞ, അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അതിലെന്താണ്? ഭാവുണ്ട്. ഭാവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്യാർ അല്ലെ? നഫ്രത്ത്, ദുഃഖ്, ഖുഷി, ഡർ അല്ലെ? ഡർ എന്ന് പറഞ്ഞാൽ എന്താ? പേടിയുണ്ട് അല്ലെ? അടുത്ത എന്താ? ഗുണാണ്, ക്വാളിറ്റി ഉണ്ട് അതില്. അച്ചായി, ബുറായി, മീഠാപ്പൻ, സച്ചായി, ഈമാൻദാരി. പിന്നെ എന്താണ്? അവസ്ഥ വരുന്നുണ്ട്. അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? സിറ്റുവേഷൻസ് ആണ് അല്ലെ? കണ്ടീഷൻസ് ആണ്. എന്തൊക്കെയാ? ബാൽപ്പൻ വരും, ബൂഡാപ്പ, ജവാനി, ബച്പൻ. ഇതില് വേർബ്സും കൂടി ചിലപ്പോൾ വരാറുണ്ട്. എങ്ങനത്തെ വേർബ്സാ? പഠായി, സീഖ്ന അല്ലെ? ഖേൽന, ഹസി. ഇതൊക്കെ ഭാവവാചകത്തിൽ വരുന്നതാണ്. ഭാവവാചകം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അബ്സ്ട്രാക്ട് ആണ്, അബ്സ്ട്രാക്ട് നൗൺ ആണ്. അതിനെ നമുക്ക് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ് അല്ലെ? നമ്മൾ കുറേ സ്റ്റോറീസ് കേൾക്കാറില്ലേ അല്ലെ? അതിൽ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഒരു കുഞ്ഞു സ്റ്റോറി നമുക്കിവിടെ നോക്കാം. ओके, एक गांव में एक छोटी लड़की रहती थी. ഒരു വില്ലേജില് ഒരു കൊച്ചു കുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു അല്ലെ? ഒരു ഗേൾ അല്ലെ? उसके मन में हमेशा सच्चाई, ईमानदारी और दयालुता रहती थी. ആ കൊച്ചിന്റെ മൈൻഡിൽ എന്തായിരുന്നു എപ്പോഴും? ട്രൂത്ത്, ഹോണസ്റ്റി അല്ലെ? കൈൻഡ്നെസ് ഒക്കെ ആയിരുന്നു. एक दिन उसे रास्ते में एक बटुआ मिला. ഒരു ദിവസം ആ കൊച്ചു വഴിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പൊ എന്താ കിട്ടിയത്? ബട്ടുവ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബട്ടുവ? പേഴ്സ് അല്ലെ? നമ്മളുടെ കയ്യിൽ കിട്ടിയല്ലോ. അതിൽ എന്താ ഉള്ളതെന്ന് നോക്കും. ശരിയല്ലേ? ഈ കൊച്ചു കുട്ടിയുടെ കയ്യിൽ കിട്ടിയപ്പം അവൾ എന്ത് ചെയ്തു? ഉസ്മേ ബഹുത് സാരെ പൈസേ थे. അതിലാണെങ്കിലോ ഒരുപാട് കാശുണ്ടായിരുന്നു. റൈറ്റ്? थोड़ी देर के लिए उसके मन में लोभ आया. ലോഭ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീഡിനെസ് ആണ്. നമുക്കും തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ അല്ലെ? എന്താണ്? അതെടുത്താലോ, നല്ലതായിരുന്നോ എന്നുള്ളത് അല്ലെ? ലേക്കിൻ ഫിർ ഉസ്നെ അപ്നി അച്ഛായി കോ യാദ് കിയ അല്ലെ? അവളുടെ എന്താണ്? ഗുഡ്നെസ്സിനെ ചിന്തിക്കുകയാണ്. എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? ബട്ടുവ ലേക്കർ സീതെ ഗാവ് കെ മുഖ്യ കെ പാസ് ഗയി അല്ലെ? ആ ഗ്രാമത്തിലെ തലവന്റെ അടുത്തേക്ക് പോയി ആ കൊച്ചു. मुखिया ने उसकी ईमानदारी देखकर बहुत खुशी महसूस की അല്ലെ? ആ എന്താ ഗ്രാമത്തലവൻ എന്താണ്? ആ പേഴ്സ് ആ കൊച്ചു കുട്ടി തിരിച്ചു കൊണ്ടു കൊടുത്തപ്പോ എന്താണ്? ഭയങ്കര ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്തത്. പറയാൻ പറ്റില്ല നമുക്ക്. നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഫീലിംഗ് ആണത് അല്ലെ? बटुए के मालिक को जब उसकी चीज वापस मिली तो उसकी आंखों में कृतज्ञता और आनंद भर गया. മുഖിയാനെ സബ്കെ സാമനെ കഹ അല്ലെ? നമ്മളെ ഗ്രാമത്തലവൻ എല്ലാവരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ബച്ചോ हमेशा सच्चाई और ईमानदारी का रास्ता चुनो, क्योंकि अंत में भलाई की ही जीत होती है. അല്ലെ?
നമ്മൾ എല്ലാ സ്ഥലത്തും കേൾക്കുന്നതാണ്, നമ്മൾ സത്യത്തിലൂടെയാണ് പോണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എപ്പോഴും ഏതൊക്കെ വഴിയിലൂടെയാണ് നമ്മൾ പോണതെങ്കിലും ഇപ്പൊ നമ്മൾ ട്രൂത്ത്ഫുൾനെസ് ആ ഒരു വേ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ആ കറക്റ്റ് ആയിട്ടുള്ള പാത്തിലെത്തും. നമുക്ക് ലാസ്റ്റ് ഗുഡ്നെസ് മാത്രമേ കിട്ടുള്ളൂ അല്ലെ. അപ്പം ഈ സ്റ്റോറിയിൽ നമുക്ക് ഇവിടെ ഏതൊക്കെ ഭാവവാചക സംജ്ഞ കിട്ടി? സച്ചായി കിട്ടി, ഈമാൻദാരി കിട്ടി, ദയാൽത്ത, ലോഭ്, അച്ഛായി, ഖുഷി, കൃതജ്ഞത, ആനന്ദ്, ഭലായി അല്ലെ. ഈ കുഞ്ഞു സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ സ്റ്റോറിക്ക് നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം. റൈറ്റ്, ടൈറ്റിൽ കൊടുക്കാൻ റെഡിയാണോ? ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. പുതിയൊരു എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.